കേരളത്തിൻ്റേത് മാത്രമായിട്ട് വരരുചി 4-ാം നൂറ്റാണ്ടിൽ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് കടപയാതി സംഖ്യാ സമ്പ്രദായം. കടപയാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ സംസ്കൃതത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ കായ് ഖ ഗ ഘ ല ക ട പ യ അതെല്ലാം ഒന്നാണ്. അപ്പം കായ് ഖ ഗായ് ഖ ങ ചായ് ഛ ജായ് ഛ ഞ. അപ്പം അതിൽ 9 ഞ 0. അത് കഴിഞ്ഞാൽ പിന്നെ ടയാണ്. ട ഇഠ ഡ ട ഇഠ ഡ ഇഠ ണ ത ഇഠ ദ ഇഠ ന. പിന്നെ അത് ട അടുത്ത് പ ഫ ബ ഫ മ. അപ്പം ക ട പ. പിന്നെ യ ര ല വ ശ ഷ സ ഹ ള ഴ. അപ്പോൾ ഇതിൽ ക ട പ യ എല്ലാം 1. പിന്നെ ഉള്ളത് 2, 3, 4. ഉദാഹരണത്തിന് അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വരാക്ഷരങ്ങൾ അ ആ ഇ ഈ അത് 0. അതുപോലെ ചില്ലക്ഷരങ്ങൾ ഇൽ അതിന് മൂല്യങ്ങളില്ല. ഉദാഹരണത്തിന് ചന്ദ്രിക എന്ന് പറയുന്നൊരു വാക്ക്. ചന്ദ്രിക എന്ന് പറയുന്ന വാക്ക് ച ന ദ രി ക എന്നാണ്. അപ്പം ച കഴിഞ്ഞാൽ പിന്നെ നും ദനും മൂല്യമില്ല. പിന്നെ രി ആണ്. അത് 2 ച രി ക. അപ്പം ച എന്ന് പറയുമ്പം കായ് ഖ ഗായ് ഖ ങ ച 6 അപ്പം ച 6 ര 2 ക 1 അങ്ങനെ 6, 2, 1 അത് 126 ആകും. അങ്കാനാം വാമതോഗതി എന്ന് പറയുന്ന തിരിച്ചു വായിക്കും. ഇങ്ങനെയാണ് സംഖ്യകളുടെ സമ്പ്രദായം.